നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ തട്ടുകടകളിൽ വ്യാപകമായ മിന്നൽ പരിശോധന നടത്തി. പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് പരിശോധന നടത്തിയത്. പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷിതത്വം മുൻനിർത്തി മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ തട്ടുകടകളിൽ വ്യാപകമായ മിന്നൽ പരിശോധന നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. തട്ടുകടകളിലെ തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ, പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുചിത്വം, അന്യസംസ്ഥാന തൊഴിലാളികളുടെ തൊഴിൽ കാർഡ്, നഗരസഭയുടെ ലൈസൻസ് എന്നിവയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സംഘം വിശദമായി പരിശോധിച്ചു. വിവിധ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളം, മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭ എല്ലാ തട്ടുകടകളിലും മിന്നൽ പരിശോധനകൾ ഇടയ്ക്കിടെ നടക്കുന്നുണ്ട്. ഇന്നതിന് ഔദ്യോഗികമായിട്ട് ഇന്നിവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ ഇൻസ്പെക്ഷൻസ് നടത്താറുണ്ടെങ്കിലും കൂടുതൽ വിശദമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ള പ്രതിരോധ നടപടികളെ പറ്റിയൊക്കെ ഇവർക്ക് അവബോധം കൊടുത്തുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന വെള്ളം നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക, ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നല്ലതാണെന്ന് ഉറപ്പുവരുത്തുക, പഴക്കമില്ലാത്ത ഇറച്ചികളും മറ്റു വസ്തുക്കളുമാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഇൻസ്പെക്ഷനുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ തട്ടുകടകളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുവെങ്കിൽ അടുത്ത ദിവസം മുതൽ ഹോട്ടലുകളെ കേന്ദ്രീകരിച്ച് സ്ക്വാഡ് ഇറങ്ങും. ഒന്നുമില്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും സ്ക്വാഡ് ഇറങ്ങാവുന്ന ഒരു അവസ്ഥ മൂവാറ്റുപുഴ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഹോട്ടൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം, മലിനജലം പുറത്തേക്ക് തള്ളുന്നതിനെതിരെ ശക്തമായ നടപടികൾ അവലംബിക്കുവാനായിട്ട് നഗരസഭ മുൻപിൽ തന്നെ ഉണ്ടായിരിക്കും. നഗരസഭയിൽ ഇടയ്ക്കിടെ മിന്നൽ പരിശോധനകൾ നടക്കാറുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കർശനമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. അടുത്ത ദിവസം മുതൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധനകൾ നടക്കും. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്കും പുറത്തേക്കും ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള ക്രമീകരണങ്ങളും നഗരസഭ ഒരുക്കിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. നമ്മളിപ്പോഴത്തെ ഒരു സ്ക്വാഡ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളുടെ ക്വാളിറ്റികൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, വെള്ളത്തിന്റെ ശുചിത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പല തൊഴിലാളികളും അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ തൊഴിൽ കാർഡ് നിർബന്ധമാണ് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ നഗരസഭയുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി ഇൻറ്റിമേറ്റ് ചെയ്തിരിക്കണം എത്ര പേരാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് ഓരോ കടയുടെയും ഉടമസ്ഥരെ കൃത്യമായി ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. അതേത് സ്ഥാപനമായാലും അതിനെതിരെയൊക്കെയുള്ള കർശനമായ നടപടികൾ, അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ, വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടികളുമായിട്ട് നഗരസഭ മുൻപോട്ട് പോകും. പരിശോധനയിൽ നഗരസഭ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത P, ജിനു ആന്റണി, അസം ബീഗം, കൗൺസിലർമാരായ ഷിതാറാണി തോമസ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.